ജെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരിക്കൽ വൃദ്ധസദനങ്ങൾ ഏവർക്കും ഒരുപോലെ അനുഗ്രഹങ്ങളായിരുന്നുവെങ്കിൽ ഇന്ന് പലപ്പോഴും അവ ചതിക്കുഴികളുടെയും തോരാത്ത കണ്ണീർപ്പാടങ്ങളിലേക്കും പലരെയും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണെന്ന് തെളിവുകൾ പറയുന്നു. അവിടെ കൊണ്ടുചെന്ന് പാർപ്പിക്കുന്നതൊഴിച്ചാൽ തങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഇത് കുടുംബ ബന്ധങ്ങളിൽ വൻ പിളർപ്പുണ്ടാക്കിയിട്ടുണ്ട് പലർക്കും. പിന്നീട് ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവരുടെ അഴിഞ്ഞാട്ടമാണ് പലയിടത്തും കാണുന്നത്. തങ്ങളുടെ സമ്പാദ്യമെല്ലാം പിടിച്ചുവാങ്ങി ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവർ പിന്നീട് വയോധികരെ ഗിനിപ്പന്നികളെ പോലെയാണ് കാണുന്നത്. മതിയായ ഭക്ഷണം, വസ്ത്രം, മറ്റ് സൗകര്യം, ചികിത്സ എന്നിവകൾ ഒരുക്കുന്നതിൽ വൻ വീഴ്ചകളാണ് വരുത്തുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് ചത്തു കിട്ടിയാൽ മതി, അവിടെ അടുത്തയാളെ കയറ്റാമെന്നുള്ള ആർത്തിയിലും തത്രപ്പാടിലുമാണ്. സർക്കാരിന് നല്ലൊരു വൃദ്ധസംരക്ഷണ നയമുണ്ടെങ്കിലും അതെല്ലാം വെറും കടലാസിൽ മാത്രം ഒതുങ്ങുന്നു. സംസ്ഥാനത്ത് മതിയായ ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന വൃദ്ധ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒരു മിന്നൽ പരിശോധന നടത്തുകയാണെങ്കിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തുവരും എന്നുള്ളതിന് സംശയമില്ല. അത് നടത്തുന്നത് വൻകിട സംഘടന കൂടിയാണെങ്കിലോ? മാറുന്ന സാമൂഹ്യ സാഹചര്യങ്ങളും ആധുനിക ജീവിതശൈലിയും കാരണം കേരളത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. മുൻപ് കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പിൽ ആദരിക്കപ്പെട്ടിരുന്ന വാർദ്ധക്യം ഇന്ന് പലപ്പോഴും ഏകാന്തതയുടെ പ്രതീകമായി മാറുന്നു. പ്രൊഫഷണൽ തിരക്കുകൾ, വിദേശ ജോലികൾ, ചെറു കുടുംബങ്ങളിലേക്കുള്ള മാറ്റം എന്നിവയെല്ലാം മക്കൾക്ക് മാതാപിതാക്കളെ പരിചരിക്കാൻ സമയം കിട്ടാത്ത അവസ്ഥയിലേക്ക് നയിക്കുന്നു. നിരവധി വൃദ്ധസദനങ്ങൾ ഇപ്പോൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സർവ്വവ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. വയോജന സംരക്ഷണം ഒരു സാമൂഹ്യ വിഷയമായി ഏറ്റെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത്തരം അനധികൃത കേന്ദ്രങ്ങൾക്കെതിരെ മുഖം നോക്കാതെ ശക്തമായ ശിക്ഷാ നടപടികൾ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.